വേ ടു വിൻ PSC ടിപ്സിലേക്ക് എല്ലാവർക്കും സ്വാഗതം. കേരള PSC ഒപ്റ്റോമെട്രിസ്റ്റ് ഗ്രേഡ് 2 സിലബസ് വൈസ് ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഡിസ്കസ് ചെയ്തുകൊണ്ടിരിക്കുന്നത്. ഫിസിയോളജി ഓഫ് വിഷൻ എന്ന ടോപ്പിക്കിലെ അക്കോമഡേഷൻ എന്ന പാർട്ടിൽ നിന്നും വരാൻ ചാൻസ് ഉള്ള ക്വസ്റ്റ്യൻസ് ആണ് ഇന്ന് നമ്മൾ ഡിസ്കസ് ചെയ്യാൻ പോകുന്നത്. അപ്പം നമുക്ക് ക്വസ്റ്റ്യൻസിലേക്ക് പോവാം. ഫസ്റ്റ് ക്വസ്റ്റ്യൻ, ഡാഷ് ഈസ് ദി എബിലിറ്റി ടു ഇൻക്രീസ് ദി റിഫ്രാക്റ്റീവ് പവർ ഓഫ് ഒപ്റ്റിക്കൽ സിസ്റ്റം ഓഫ് ഐ ബൈ ചേഞ്ചിങ് ദി ഷേപ്പ് ഓഫ് ക്രിസ്റ്റലൈൻ ലെൻസ്. ഓപ്ഷൻസ്: അക്കോമഡേഷൻ, കൺവേർജൻസ്, സ്റ്റീരിയോപ്സിസ്, നൺ ഓഫ് ദീസ്. ഇതിലേതാണ് ആൻസർ? ഓപ്ഷൻ എ, അക്കോമഡേഷൻ. Accommodation is the ability to increase the refractive power of optical system of eye by changing the shape of crystalline lens. Next question, the distance between the near point and far point is called. Options: A, amplitude of accommodation, B, range of accommodation, C, depth of field, D, punctum remotum. ഇതിൻ്റെ ആൻസർ എന്താണ്? The distance between the near point and far point is called range of accommodation. ഓപ്ഷൻ ബി, റേഞ്ച് ഓഫ് അക്കോമഡേഷൻ ആണ് ആൻസർ. നിയർ പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? ദ നിയറസ്റ്റ് പോയിന്റ് അറ്റ് വിച്ച് സ്മോൾ ഒബ്ജക്ട്സ് ക്യാൻ ബി സീൻ ക്ലിയർലി. അതിന് പറയുന്ന മറ്റൊരു പേരാണ് പങ്ക്ടം പ്രോക്സിമം. അതുപോലെ ഫാർ പോയിന്റ് എന്ന് വെച്ചാൽ എന്താണ്? ദി ഫാർദസ്റ്റ് പോയിന്റ് അറ്റ് വിച്ച് ദ ഒബ്ജക്ട്സ് ക്യാൻ ബി സീൻ ക്ലിയർലി. ഫാർ പോയിന്റിന് പറയുന്ന മറ്റൊരു പേരാണ് പങ്ക്ടം റിമോട്ടം. ഇതും കൂടെ ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, ദ ഡിഫറൻസ് ബിറ്റ്വീൻ ദി dioptric power needed to focus at near point and to focus at a far point is called. Options: A, range of accommodation, B, amplitude of accommodation, C, depth of fusion, D, none of these. ഇതിൻ്റെ ആൻസർ എന്താണ്? The difference between the dioptric power needed to focus at near point and to focus at a far point is called amplitude of accommodation. ഈ amplitude of accommodation നമുക്ക് എങ്ങനെ ഡിനോട്ട് ചെയ്യാം? A = P - R. അതിൽ പി എന്ന് പറയുന്നത് നിയർ പോയിന്റിൽ ഫോക്കസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡയോപ്ട്രിക് പവർ ആൻഡ് ആർ എന്ന് പറയുന്നത് ഫാർ പോയിന്റിൽ ഫോക്കസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡയോപ്ട്രിക് പവർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, സെലക്ട് ദി ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് അബൌട്ട് ഫാർ പോയിന്റ് ഓഫ് ഐ ഇൻ ഡിഫറെൻറ്റ് റിഫ്രാക്റ്റീവ് കണ്ടീഷൻസ്. ഓപ്ഷൻസ്: എ, ഇൻ ഹൈപ്പർമെട്രോപ്പിക് ഐ ഫാർ പോയിന്റ് ഈസ് വിർച്വൽ ആൻഡ് ലൈസ് ബിഹൈൻഡ് ദി ഐ. ബി, ഇൻ മയോപ്പിക് ഐ ഫാർ പോയിന്റ് ഈസ് റിയൽ ആൻഡ് ലൈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഐ. C, in an emmetropic eye, far point is at infinity. D, in myopic eye, far point is virtual and lies behind the eye. ഇതിൽ ഇൻകറക്റ്റ് സ്റ്റേറ്റ്മെൻറ്റ് സെലക്ട് ചെയ്യാനാണ് പറഞ്ഞിരിക്കുന്നത്. ഇതിൽ ഓരോ സ്റ്റേറ്റ്മെൻറ്റും ഇമ്പോർട്ടൻ്റ് ആണ്. ഫസ്റ്റ് ഓപ്ഷനിൽ പറഞ്ഞത് എന്താണ്? ഇൻ ഹൈപ്പർമെട്രോപ്പിക് ഐ ഫാർ പോയിന്റ് ഈസ് വിർച്വൽ ആൻഡ് ലൈസ് ബിഹൈൻഡ് ദ ഐ. ആ സ്റ്റേറ്റ്മെൻറ്റ് കറക്റ്റ് ആണ്. ഹൈപ്പർമെട്രോപ്പിയുടെ കേസിൽ ഫാർ പോയിന്റ് വിർച്വൽ ആണ്, അതുപോലെ തന്നെ ബിഹൈൻഡ് ദ ഐ ആണ് കിടക്കുക. ആൻഡ് ഓപ്ഷൻ ബി എന്താണ്? ഇൻ മയോപ്പിക് ഐ ഫാർ പോയിന്റ് ഈസ് റിയൽ ആൻഡ് ലൈസ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഐ. അതും കറക്റ്റ് ആണ്. മയോപ്പിയുടെ കേസിൽ ഫാർ പോയിന്റ് റിയൽ ആണ് ആൻഡ് ഇൻ ഫ്രണ്ട് ഓഫ് ദ ഐ ആണ് കിടക്കുന്നത്. ഇനി ഓപ്ഷൻ സി എന്താണ്? എമ്മെട്രോപ്പിക് ഐയുടെ കേസിൽ ഫാർ പോയിന്റ് ഈസ് അറ്റ് ഇൻഫിനിറ്റി. ആ സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. എമ്മെട്രോപ്പിക് ഐ എന്ന് വെച്ചാൽ നമ്മുടെ നോർമൽ ഐയുടെ കേസിൽ ഫാർ പോയിന്റ് ഇൻഫിനിറ്റിയിലാണ്. ആദ്യത്തെ 3 സ്റ്റേറ്റ്മെൻറ്റും കറക്റ്റ് ആണ്. ഓപ്ഷൻ ഡി ആണ് ഇവിടെ ഇൻകറക്റ്റ്. മയോപ്പിയുടെ കേസിൽ ഫാർ പോയിന്റ് വിർച്വൽ അല്ല, റിയൽ ആണ്, ആൻഡ് ബിഹൈൻഡ് ദ ഐ അല്ല, ഇൻ ഫ്രണ്ട് ഓഫ് ദ ഐ ആണ്. അതാണ് കറക്റ്റ്. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് ദി ഏജ് ഓഫ് 40 years നിയർ പോയിന്റ് ഈസ് അറ്റ്. ഓപ്ഷൻസ്: എ 7 cm, ബി 25 cm, സി 33 cm, ഡി 50 cm. ഇതിൻ്റെ ആൻസർ ഒരു 40 years ഒക്കെ ആകുമ്പോൾ നിയർ പോയിന്റ് കിടക്കുന്നത് ഒരു 25 cm ആയിരിക്കും. നമ്മളെ കണ്ണിൽ നിന്നും ഒരു 25 cm ഒക്കെ അകലെയായിട്ടാണ് 40 years ഒക്കെ ആകുമ്പോൾ നിയർ പോയിന്റ് കിടക്കുക. നിയർ പോയിന്റിൻ്റെ ഒരു പ്രത്യേകത, അത് ഏജിനനുസരിച്ചിട്ട് വാരി ചെയ്യും. ഫാർ പോയിന്റിനെ പോലെയല്ല, നിയർ പോയിന്റ് ഏജിനനുസരിച്ചിട്ട് വാരി ചെയ്യും. ഒരു 10 years ഒക്കെ ആകുമ്പോൾ നിയർ പോയിന്റ് കിടക്കുന്നത് ഒരു 7 cm ആയിരിക്കും. പിന്നീട് ഏജ് കൂടുന്നതിനനുസരിച്ച് എന്ത് ചെയ്യും? നിയർ പോയിന്റ് ഡിസ്റ്റൻസിലേക്ക് പോയിക്കൊണ്ടിരിക്കും. 40 yearsലേക്ക് എത്തുമ്പോൾ 25 cm അത് കിടക്കുക. ആൻഡ് ഒരു 45 years ഒക്കെ കഴിയുമ്പോഴേക്കും 33 cm എത്തും. അതുപോലെ ഏജ് കൂടുന്നതിനനുസരിച്ച് നിയർ പോയിന്റ് ഡിസ്റ്റൻസിലേക്ക് പോയിക്കൊണ്ടേയിരിക്കും. ഇക്കാര്യം ഓർത്തു വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ, അറ്റ് ദി ഏജ് ഓഫ് 40 years ദ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ ഈസ്. ഓപ്ഷൻസ്: എ 1 diopter, ബി 4 diopter, സി 10 diopter, ഡി 12 diopter. ഇതിൻ്റെ ആൻസർ എങ്ങനെയാണ് കാണുക? നമ്മൾ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ ഒരു ഇക്വേഷൻ പറഞ്ഞിരുന്നു, എ = P - R. അതിൽ പി എന്ന് പറയുന്നത് നിയർ പോയിന്റിൽ ഫോക്കസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡയോപ്ട്രിക് പവറും
ആർ എന്ന് പറയുന്നത് ഫാർ പോയിന്റിൽ ഫോക്കസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡയോപ്ട്രിക് പവറുമാണ്. അതിൻ്റെ ഡിഫറൻസ് ആയിരുന്നു ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ. ഇത് നമുക്ക് പ്രോബ്ലം ആയിട്ട് ചെയ്ത് കണ്ടുപിടിക്കാം. പക്ഷെ അതിന് നിങ്ങൾക്ക് ഫാർ പോയിന്റ്, നിയർ പോയിന്റ് ഈ കൺസെപ്റ്റ് നന്നായിട്ട് അറിഞ്ഞിരിക്കണം. ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ എ ഈക്വൽ ടു പി മൈനസ് ആർ ആണെന്ന് നമ്മൾ പറഞ്ഞല്ലോ. ഇതിൽ പി നമുക്ക് ആദ്യം കാണാം. പി എന്ന് വെച്ചാൽ എന്താണ്? നിയർ പോയിന്റിൽ ഫോക്കസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡയോപ്ട്രിക് പവർ. അപ്പോൾ നമുക്ക് നിയർ പോയിന്റ് എത്രയെന്ന് അറിഞ്ഞിരിക്കണം. 40 ഇയേഴ്സിൽ നിയർ പോയിന്റ് എത്രയാണ് വരിക? നമ്മൾ നേരത്തെ പറഞ്ഞിരുന്നു 25 സെൻറ്റിമീറ്റർ ആണ്. അത് കാണാണ്ട് പഠിക്കണം. അപ്പോൾ നമുക്ക് നിയർ പോയിന്റ് കിട്ടി. അപ്പോൾ അതിൽ ഫോക്കസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡയോപ്ട്രിക് പവർ എങ്ങനെയാണ് കാണുക? നോർമലി പവർ കാണാനുള്ള ഇക്വേഷൻ എന്താണ്? 1/4 ഫോക്കൽ ലെങ്ത് ആണ്. അപ്പോൾ ഇവിടെ ഫോക്കസ് ചെയ്യുന്ന പോയിന്റ് 25 സെൻറ്റിമീറ്ററിലാണ്. അപ്പോൾ അവിടെ ഫോക്കൽ ലെങ്ത് എന്ന് പറയുന്നത് എത്രയായിരിക്കും? 25 സെൻറ്റിമീറ്റർ ആയിരിക്കും. അപ്പോൾ നമുക്ക് പവർ എന്താണ്? 1/f അല്ലേ. അപ്പോൾ അവിടെ 1/25 സെൻറ്റിമീറ്റർ എന്ന് വരും. ഡയോപ്ട്രിക് പവർ നമ്മൾ എപ്പോഴും കാണാം മീറ്ററിലാണ്. അപ്പോൾ നമ്മൾ സെൻറ്റിമീറ്ററിനെ മീറ്ററിലേക്ക് മാറ്റുമ്പോൾ മുകളിലൊരു 100 വരും. അങ്ങനെ 100/25 എന്ന് കിട്ടും. 100 സെൻറ്റിമീറ്റർ ആണ് 1 മീറ്റർ എന്ന് അറിയാമല്ലോ. അപ്പോൾ നമ്മൾ 25/100 വരുമ്പോൾ ആ 100നെയാണ് എന്ത് ചെയ്യുന്നത്? മുകളിലേക്ക് 100ആയിട്ട് പോകുന്നത്. അത് മനസ്സിലാക്കണം. അപ്പോൾ ഇവിടെ 100/25 എത്രയാണ്? 4 ഡയോപ്റ്റർ എന്ന് കിട്ടി. അപ്പോൾ നമുക്ക് പിയുടെ വാല്യൂ കിട്ടി. പി എന്ന് പറയുന്നത് 4 ഡയോപ്റ്റർ ആണ്. ഇനി നമുക്ക് എന്ത് കാണണം? ആർ കാണണം. ആർ എന്ന് പറഞ്ഞാൽ ഫാർ പോയിന്റിൽ ഫോക്കസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡയോപ്ട്രിക് പവറാണ്. ഇവിടെ ക്വസ്റ്റ്യനിൽ കണ്ണിൻ്റെ പ്രത്യേകിച്ച് റിഫ്രാക്റ്റീവ് കണ്ടീഷനൊന്നും പറഞ്ഞിട്ടില്ല. അപ്പോൾ നമുക്ക് എമെട്രോപിക് ഐ ആയിട്ടുള്ള നോർമൽ ഐ ആയിട്ട് എടുക്കാം. അപ്പോൾ 40 ഇയേഴ്സിൽ ഒരു നോർമൽ ഐയുടെ ഫാർ പോയിന്റ് എന്ന് പറയുന്നത് ഇൻഫിനിറ്റിയിലാണ്. സോ ഇൻഫിനിറ്റിയിൽ ഫോക്കസ് ചെയ്യാൻ ആവശ്യമായിട്ടുള്ള ഡയോപ്ട്രിക് പവർ എന്ന് പറയുന്നത് എന്തായിട്ട് മാറും? 1/∞ ആയിട്ട് മാറും. അപ്പോൾ 1/∞ എന്ന് പറയുന്നത് എന്താണ്? 0 ആണ്. ഏതൊരു നമ്പറിൻ്റെയും താഴെ ഇൻഫിനിറ്റി വന്നാൽ അത് 0 ആണ്. അപ്പോൾ നമ്മുടെ ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത് എ ഈക്വൽ ടു പി മൈനസ് ആർ ആണ്. പി എന്ന് പറയുന്നത് നമുക്ക് 4 ഡയോപ്റ്റർ കിട്ടി. ആർ എന്ന് പറയുന്നത് 0 ആണ്. സോ എ ഈക്വൽ ടു 4 - 0. 4 ആണ് ഇവിടെ ആൻസർ. 4 ഡയോപ്റ്റർ ആണ് 40 ഇയേഴ്സിലുള്ള ഒരു നോർമൽ ആയിട്ടുള്ള ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ എന്ന് പറയുന്നത്. ഈ രീതിയിൽ നിങ്ങൾക്ക് ഏതൊരു ഏജ് തന്നാലും നിങ്ങൾക്ക് ആ നിയർ പോയിന്റ് അറിഞ്ഞിരിക്കണം. പ്രത്യേകിച്ച് 40 ഇയേഴ്സിലും 10 ഇയേഴ്സിലും ഒരു 45 ഇയേഴ്സിലൊക്കെ ഉള്ളത് നിങ്ങൾക്ക് അറിഞ്ഞിരിക്കണം. ഇനി ഇതല്ലാത്തൊരു ഏജിൻ്റെയാണ് ചോദിക്കുന്നതെങ്കിൽ അവർ നിയർ പോയിന്റ് നിങ്ങൾക്ക് തരും. അപ്പോൾ നിയർ പോയിന്റ് കിട്ടിക്കഴിഞ്ഞാൽ നിങ്ങൾക്ക് ഇത് കാണാൻ അറിയാമല്ലോ. അപ്പോൾ പ്രോബ്ലം രൂപത്തിൽ ഇങ്ങനത്തെ ഒരു ക്വസ്റ്റ്യൻ വരികയാണെങ്കിൽ നിങ്ങൾ ഇങ്ങനെയാണ് ചെയ്യേണ്ടത്. അല്ലാണ്ട് നിങ്ങൾക്ക് കോമൺ ആയിട്ട് ഇപ്പോൾ ലെവൽ ഓഫ് ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷൻ ചോദിക്കുകയാണെന്നുണ്ടെങ്കിൽ നിങ്ങൾ കാണാണ്ട് പഠിച്ചു വെക്കണം. അഡോളസൻസിൻ്റെ കേസിൽ ഒരു 12 to 16 ഡയോപ്റ്റർ ഓഫ് അക്കോമഡേഷൻ ഉണ്ടാവും. പിന്നെ അഡൾട്ട്സിലേക്ക് വരുമ്പോൾ ഒരു 40 ഇയേഴ്സൊക്കെ ആകുമ്പോൾ 4 to 8 ഡയോപ്റ്റർ ആയിട്ട് കുറയും. പിന്നീട് ഒരു 50 ഇയേഴ്സൊക്കെ കഴിയുമ്പോൾ അക്കോമഡേഷൻ റെഡ്യൂസ് ചെയ്ത് 2 ഡയോപ്റ്ററിലേക്ക് എത്തും. അതായത് ഏജ് കൂടുന്നതിനനുസരിച്ചിട്ട് ആംപ്ലിറ്റ്യൂഡ് ഓഫ് അക്കോമഡേഷനും കുറയും. ഈ കാര്യം കൂടെ മനസ്സിലാക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ഫ്രം ദി ഐ ഇൻ വിച്ച് ആൻ ഒബ്ജക്റ്റ് അപ്പിയേഴ്സ് ക്ലിയർ വിത്തൗട്ട് ചേഞ്ച് ഓഫ് അക്കോമഡേഷൻ ഈസ് ടേംഡ് ആസ്. ഓപ്ഷൻസ്: എ ഡെപ്ത് ഓഫ് ഫീൽഡ്, ബി ഡെപ്ത് ഓഫ് ഫോക്കസ്, സി റേഞ്ച്, ഡി ആംപ്ലിറ്റ്യൂഡ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ എ ഡെപ്ത് ഓഫ് ഫീൽഡ് ആണ് ആൻസർ. ദ റേഞ്ച് ഓഫ് ഡിസ്റ്റൻസ് ഫ്രം ദ ഐ ഇൻ വിച്ച് ആൻ ഒബ്ജക്റ്റ് അപ്പിയേഴ്സ് ക്ലിയർ വിത്തൗട്ട് ചേഞ്ച് ഓഫ് അക്കോമഡേഷൻ ഈസ് ടേംഡ് ആസ് ഡെപ്ത് ഓഫ് ഫീൽഡ്. ഓപ്ഷൻ എ ഡെപ്ത് ഓഫ് ഫീൽഡ് ആണ് ആൻസർ. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. ദ റേഞ്ച് അറ്റ് ദി റെറ്റിന ഇൻ വിച്ച് ആൻ ഓപ്റ്റിക്കൽ ഇമേജ് മേ മൂവ് വിത്തൗട്ട് ഇമ്പയർമെൻറ്റ് ഓഫ് ക്ലാരിറ്റി ഈസ് ടേംഡ് ആസ്. ഓപ്ഷൻസ്: എ ഡെപ്ത് ഓഫ് ഫീൽഡ്, ബി ഡെപ്ത് ഓഫ് ഫോക്കസ്, സി റേഞ്ച്, ഡി ആംപ്ലിറ്റ്യൂഡ്. ഇതിൻ്റെ ആൻസർ എന്താണ്? ഓപ്ഷൻ ബി ഡെപ്ത് ഓഫ് ഫോക്കസ് ആണ്. ദി റേഞ്ച് അറ്റ് ദി റെറ്റിന ഇൻ വിച്ച് ആൻ ഓപ്റ്റിക്കൽ ഇമേജ് മേ മൂവ് വിത്തൗട്ട് ഇമ്പയർമെൻറ്റ് ഓഫ് ക്ലാരിറ്റി ഈസ് ടേംഡ് ആസ് ഡെപ്ത് ഓഫ് ഫോക്കസ്. Next question. Changes in the eye during accommodation are. Options: A. Contraction of the ciliary muscles, B. Decrease in the zonular tension, C. Increased axial lens thickness, D. All of the above. ഇതിൻ്റെ ആൻസർ എന്താ? അക്കോമഡേഷൻ്റെ സമയത്ത് നമ്മുടെ കണ്ണിനുണ്ടാകുന്ന ചേഞ്ചസ് ഇതെല്ലാം കോൺട്രാക്ഷൻ ഓഫ് സിലിയറി മസിൽ, ഡിക്രീസ് ഇൻ സോണുലാർ ടെൻഷൻ, ഇൻക്രീസ്ഡ് ആക്സിൽ ലെൻസ് തിക്നെസ്, ഇതെല്ലാം ഇതിൽ വരുന്നത് തന്നെയാണ്. ഇത് കൂടാണ്ട് ടെക്സ്റ്റിൽ പറഞ്ഞ കുറച്ച് പോയിൻറ്റ്സ് കൂടെ നോക്കുക. മോർ സ്ഫെറിക്കൽ ഷേപ്പ് ഓഫ് ദ ലെൻസ്, ലെൻസിൻ്റെ സ്ഫെറിക്കൽ ഷേപ്പ് കുറച്ചുകൂടെ കൂടും. ഡിക്രീസ് ഇൻ ദി ലെൻസ് ഇക്വറ്റോറിയൽ ഡയാമീറ്റർ, ലെൻസിൻ്റെ ഇക്വറ്റോറിയൽ ഡയാമീറ്റർ കുറയും. ഇൻക്രീസ്ഡ് ആക്സിൽ ലെൻസ് തിക്നെസ് നമ്മൾ പറഞ്ഞു. സ്റ്റീപ്പനിങ് ഓഫ് ദി സെൻട്രൽ ആൻറ്റീരിയർ ലെൻസ് കർവേച്ചർ, ആൻറ്റീരിയർ ലെൻസിൻ്റെ സെൻട്രൽ പാർട്ട് നന്നായിട്ട് സ്റ്റീപ്പൻ ചെയ്യും. ആൻഡ് ഇൻക്രീസ്ഡ് ലെൻസ് ഡയോപ്ട്രിക് പവർ, ലെൻസിൻ്റെ ഡയോപ്ട്രിക് പവർ കൂടും. ഈ കാര്യങ്ങൾ കൂടെ ഓർത്ത് വെക്കുക. നെക്സ്റ്റ് ക്വസ്റ്റ്യൻ. During accommodation, there occurs decrease in the radius of curvature of. Options: A. Anterior surface of lens,
ബി പോസ്റ്റീരിയർ സർഫസ് ഓഫ് ലെൻസ്, സി ബോത്ത് സർഫസ് ഓഫ് ലെൻസ്, ഡി നൺ ഓഫ് ദ എബോ. DME 2023 ചോദിച്ച ക്വസ്റ്റ്യൻ ആണ്. ഇതിൻ്റെ ആൻസർ കീഴിൽ കൊടുത്തത് ഓപ്ഷൻ സി ബോത്ത് സർഫസ് ഓഫ് ലെൻസ് ആണ്. ഇത് ടെക്സ്റ്റിൽ ഇങ്ങനെയാണ് പറയുന്നത്. നമുക്കറിയാം നമ്മുടെ ലെൻസിൻ്റെ റേഡിയസ് ഓഫ് കർവേച്ചർ, ആൻറ്റീരിയർ റേഡിയസ് ഓഫ് കർവേച്ചർ എന്ന് പറയുന്നത് 11 മില്ലിമീറ്റർ ആണ്. പോസ്റ്റീരിയർ സർഫസിൻ്റെത് 6 മില്ലിമീറ്ററും ആണ്. റേഡിയസ് ഓഫ് കർവേച്ചർ കുറവാണെങ്കിൽ ആ സർഫസിന് കർവേച്ചർ ഭയങ്കര കൂടുതലായിരിക്കും. അപ്പോൾ നോർമലി ആൻറ്റീരിയർ സർഫസിനേക്കാൾ പോസ്റ്റീരിയർ സർഫസിനാണ് കർവേച്ചർ കൂടുതൽ, റേഡിയസ് ഓഫ് കർവേച്ചർ കുറവും. ഇനി അക്കോമഡേഷൻ്റെ സമയത്ത് എന്ത് സംഭവിക്കും? ഈ ആൻറ്റീരിയർ സർഫസ് നന്നായിട്ട് കർവ് ചെയ്യും. അതായത് പോസ്റ്റീരിയർ സർഫസിനെ കമ്പയർ ചെയ്യുമ്പോൾ ആൻറ്റീരിയർ സർഫസ് 11 മില്ലിമീറ്റർ ഉള്ളത് അതിൻ്റെ പെരിഫറൽ പാർട്ടിലുള്ള റേഡിയസ് ഓഫ് കർവേച്ചർ 6 മില്ലിമീറ്ററിലേക്കും ആൻറ്റീരിയർ സെൻട്രൽ പാർട്ടിലുള്ളത് 3 മില്ലിമീറ്ററിലേക്കും വരും. അപ്പോൾ നന്നായിട്ട് ബൾജ് ചെയ്യും. സോ ആൻറ്റീരിയർ സർഫസിനെ കമ്പയർ ചെയ്യുമ്പോൾ പോസ്റ്റീരിയർ സർഫസ് ഓൾമോസ്റ്റ് റിമൈൻ സെയിം എന്നാണ് ടെക്സ്റ്റിൽ കൊടുത്തിരിക്കുന്നത്. സോ കുറേ പേര് ഓപ്ഷൻ എ ആയിരിക്കും ആൻസർ ചെയ്തിട്ടുണ്ടാവുക. പക്ഷേ ആൻസർക്ക് കൊടുത്തത് ബോത്ത് സർഫസ് ഓഫ് ലെൻസിനും ചേഞ്ചസ് സംഭവിക്കുമെന്നാണ്. പക്ഷേ ഏറ്റവും കൂടുതൽ സംഭവിക്കുന്നത് ആൻറ്റീരിയർ സർഫസ് ഓഫ് ലെൻസിന് തന്നെയാണ് പോസ്റ്റീരിയർ സർഫസിനെ കമ്പയർ ചെയ്യുമ്പോൾ. അപ്പോൾ ഈ കാര്യങ്ങൾ ക്ലിയർ ആയിട്ട് മനസ്സിലാക്കി വെക്കുക. ഇതുകൂടാതെ അക്കോമഡേഷനുമായിട്ട് ബന്ധപ്പെട്ടിട്ടുള്ള വേറെ കുറച്ച് ചേഞ്ചസും കൂടെ ഓർത്തു വെക്കുക. പ്യൂപ്പിലറി കൺസ്ട്രക്ഷൻ ആൻഡ് കൺവേർജൻസ് ഓഫ് ഐസിന് പ്യൂപ്പിലറി കൺസ്ട്രക്ഷനും അതുപോലെ കൺവേർജൻസും വരും, നിയർ ഒബ്ജക്ട്സിനെ ക്ലിയർ ആയിട്ട് കാണുന്നുണ്ടെങ്കിൽ. അതുപോലെ കൊറോയിഡ് ഈസ് സ്ട്രെച്ച്ഡ് ഫോർവേഡ് ബൈ ദി സിലിയറി മസിൽ കോൺട്രാക്ഷൻ. സിലിയറി മസിലിൻ്റെ കോൺട്രാക്ഷൻ കാരണമായിട്ട് കൊറോയിഡ് എന്ത് ചെയ്യും? ഫോർവേഡിലേക്ക് സ്ട്രെച്ച് ചെയ്യും. ഓറ സെറാട്ട മൂവ്സ് ഫോർവേഡ് അബൌട്ട് 0.05 മില്ലിമീറ്റർ വിത്ത് ഈച്ച് ഡയോപ്റ്റർ ഓഫ് അക്കോമഡേഷൻ. ഓരോ ഡയോപ്റ്റർ കൂടുന്നതിനനുസരിച്ചിട്ട് 0.05 മില്ലിമീറ്റർ ഫോർവേഡിലേക്ക് ഓറ സെറാട്ട മൂവ് ചെയ്യും. അപ്പോൾ അക്കോമഡേഷനുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസ് ആണ് നമ്മൾ ഇന്ന് ഡിസ്കസ് ചെയ്തത്. ഇനി ഫിസിയോളജി വിഷൻ എന്ന് പറഞ്ഞ ടോപ്പിക്കിൽ കൺവേർജൻസ് എന്ന് പറഞ്ഞ ഒരു പാർട്ടും കൂടെ എടുക്കാനുള്ളൂ. അതുകൂടെ കഴിഞ്ഞാൽ ഈ ഒരു ടോപ്പിക്ക് ഫുൾ കംപ്ലീറ്റ് ആയി. അപ്പോൾ നമുക്ക് അടുത്ത ക്ലാസ്സിൽ കൺവേർജൻസുമായിട്ട് ബന്ധപ്പെട്ടുള്ള ക്വസ്റ്റ്യൻസുമായിട്ട് കാണാം. അപ്പോൾ എല്ലാവരും സപ്പോർട്ട് ചെയ്യുക. താങ്ക്